ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാങ്ക് നിഫ്റ്റിയുടെ ഇൻട്രാഡേ ഓപ്ഷൻ സെല്ലിംഗ് ഹെഡ്ജ്ഡ് ആൽഗോനെ പറ്റിയാണ്. അതൊക്കെ എന്താണ് ഈ സ്ട്രാറ്റജി എന്ന് ആദ്യം നോക്കാം. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി അനുസരിച്ച് നമ്മൾ 9:20 ബാങ്ക് നിഫ്റ്റിയുടെ 20 രൂപ പ്രീമിയം വരുന്ന കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും ആദ്യം നമ്മൾ ബൈ ചെയ്യും. അതിനുശേഷം 220 രൂപ പ്രീമിയം വരുന്ന കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും നമ്മൾ സെല്ല് ചെയ്യും. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജിയുടെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് കാണുന്നത് നമ്മൾ 50%. അതായത് നമ്മൾ സെല്ല് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഒരു ലെഗ്, അതായത് കോൾ ഓപ്ഷനോ പുട്ട് ഓപ്ഷനോ 50% മുകളിൽ പോവുകയാണെങ്കിൽ ആ ഒരു ലെഗ് നമ്മൾ എക്സിറ്റ് ചെയ്യും. മറ്റ് പ്രോഫിറ്റിൽ അയക്കുന്ന ലെഗ് നമ്മൾ കോസ്റ്റ് ടു കോസ്റ്റിലേക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് വെക്കും. അപ്പോൾ ഇതാണ് ഈ ഒരു സ്ട്രാറ്റജി. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി എത്രമാത്രം സക്സസ്ഫുൾ ആണെന്ന് നമുക്ക് ആദ്യം ചെക്ക് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ സ്റ്റോക്ക് മോക്ക് എന്ന് പറഞ്ഞ വെബ്സൈറ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ വെബ്സൈറ്റിൽ നമുക്ക് ഇതുപോലെ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ സ്ട്രാറ്റജി അതിൽ നിന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം 1 ഇയർ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ സ്റ്റോക്ക് മോക്ക് എന്ന വെബ്സൈറ്റിൽ പോവാം. ഇതിലിവിടെ നമ്മൾ ക്ലോസസ്റ്റ് പ്രീമിയം എന്നുണ്ട്, ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ബാങ്ക് നിഫ്റ്റി കോൾ ബൈ, ഇവിടെ നമ്മൾ 20 സെലക്ട് ചെയ്യാം, ആഡ് കൊടുക്കാം. പുട്ടിന് സെലക്ട് ചെയ്യാം, ആഡ് കൊടുക്കാം. ഇതിന് ശേഷം ആക്ഷൻ ടൈപ്പ് സെല്ലാക്കാം. ഇവിടെ 220 സെലക്ട് ചെയ്യാം, കോൾ ആഡ് ചെയ്യാം. അതിനുശേഷം പുട്ടും ആഡ് ചെയ്യാം. അതായത് നമ്മൾ 9:20 20 രൂപയുടെ ആദ്യമുള്ള കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും ബൈ ചെയ്യും, പ്രീമിയം ഉള്ളത്. അതിനുശേഷം 220 രൂപ റേഞ്ചുള്ള കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും സെല്ല് ചെയ്യും. നമ്മൾ എൻട്രി ടൈം എന്ന് പറയുന്നത് 9:20 ആണ്. എക്സിറ്റ് ടൈം എന്ന് പറയുന്നത് 3:10 അതുകൂടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റോപ്പ് ലോസ് ഉണ്ട്. സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ 50% ആണ്. അപ്പോൾ ഇവിടെയും സ്റ്റോപ്പ് ലോസ് 50% ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഏതെങ്കിലും ഒരു ലെഗ് 50% സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ അടുത്ത ലെഗ് നമ്മൾ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്യും കോസ്റ്റ് ടു കോസ്റ്റിൽ. പക്ഷേ ഇവിടെ നമുക്കത് ചെയ്യാൻ പറ്റുന്നില്ല. നമുക്ക് ആൽഗോയിൽ അത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ജസ്റ്റ് ഇപ്പോൾ ഇതേപോലെ 50% വെച്ചിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി ജസ്റ്റ് നമുക്ക് താഴേക്ക് വരാം. ഇനി ഇവിടെ നമുക്ക് 1 ഇയർ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. നമുക്കിവിടെ സ്റ്റാർട്ട് ബാക്ക് ടെസ്റ്റ് കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ വന്നിട്ടുണ്ട് ഓവറോൾ പ്രോഫിറ്റ് 24,072 ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മാർജിൻ വരുത്തിക്കുന്നതിന് 38,000 രൂപയാണ് മാർജിൻ വരുന്നത് ഈ ഒരു ട്രേഡിന്. ഇപ്പോൾ 63% പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കാണുന്നതാണ്. കേട്ടോ, ഫുൾ ഡീറ്റെയിൽസും കൂടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ ദിവസങ്ങളിലാണ് ഈ ഒരു സ്ട്രാറ്റജി പ്രോഫിറ്റ് എന്ന് നമുക്കിവിടെ അറിയാൻ സാധിക്കുന്നതാണ്. തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും പ്രോഫിറ്റ് ആണ്. വ്യാഴം വെള്ളിയും ലോസ് കാണിക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ വ്യാഴം വെള്ളി ഹൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രോഫിറ്റ് 113% മുകളിലാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു വ്യാഴം വെള്ളി വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ വേണമെങ്കിൽ എല്ലാ ദിവസവും വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബാക്ക് ടെസ്റ്റ് റിപ്പോർട്ടിനനുസരിച്ച് വ്യാഴം വെള്ളിയാണ് ഇതിനകത്ത് ലോസ് കൂടുതൽ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു ആൽഗോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു വ്യാഴം വെള്ളി നിങ്ങൾക്ക് ഈ ഒരു സ്ട്രാറ്റജി ആണെങ്കിൽ അവോയ്ഡ് ചെയ്യാം. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ആൽഗോ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആൽഗോ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനൊരു ലിങ്ക് ഈ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് എന്നൊരു ഓപ്ഷൻ കാണാം. ആ ഡ്യൂപ്ലിക്കേറ്റിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്ട്രാറ്റജി നിങ്ങളുടെ ട്രേഡ് ടോണിൽ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ട്രേഡ് ടോണിൽ ഇതൊരു അക്കൗണ്ട് ഇല്ലെങ്കിൽ ഫ്രീ ആയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ലിങ്കും ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. ആ ലിങ്ക് വഴി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഓൾറെഡി ആ ഒരു സ്ട്രാറ്റജി റൺ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ 5 ദിവസം പ്രോഫിറ്റാണ് പോകുന്നത്, നല്ല രീതിയിൽ പ്രോഫിറ്റ് പോകുന്നുണ്ട് ഈ ഒരു സ്ട്രാറ്റജി. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ പേപ്പർ ട്രേഡ് ചെയ്ത് നോക്കാം. അപ്പോൾ പേപ്പർ ട്രേഡ് ഫ്രീ ആണ് ട്രേഡ് ടോണിൽ. അപ്പോൾ പേപ്പർ ട്രേഡ് നിങ്ങൾ 1 മാസം 2 മാസം പേപ്പർ ട്രേഡ് ചെയ്തതിന് ശേഷം ഇത് വർക്കിംഗ് ആണെന്ന് തോന്നിയാൽ മാത്രം നിങ്ങൾ റിയൽ ട്രേഡിലേക്ക് പോയാൽ മതി. ഓക്കെ, അപ്പോൾ ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്ട്രാറ്റജീസിൽ ഈ ഒരു മൈ സ്ട്രാറ്റജീസിൽ പോയി കഴിഞ്ഞാൽ ആ ഒരു സ്ട്രാറ്റജി ഇവിടെ വന്ന് കിടക്കുന്നുണ്ടാവും. ജസ്റ്റ് ഡിപ്ലോയ് എന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ ഞാൻ ഓൾറെഡി ഒരു സ്ട്രാറ്റജി റൺ ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഫ്രീ പ്ലാൻ ആയതുകൊണ്ടാണ്. അപ്പോൾ ഫ്രീ പ്ലാനിൽ നമുക്ക് ഒരു സ്ട്രാറ്റജി ഫ്രീ ആയിട്ട് പേപ്പർ ട്രേഡ് ചെയ്ത് നോക്കാവുന്നതാണ് ഇതേപോലെ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഡിപ്ലോയിൽ പേപ്പർ ട്രേഡ് ചെയ്ത് നോക്കാം. പിന്നെ ഡെയിലി ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഡെയിലി 9:20 ആകുമ്പോൾ ഈ ഒരു സ്ട്രാറ്റജി ഇതുപോലെ റൺ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ്. അതായത് 9:20 നമ്മൾ 20 രൂപ പ്രീമിയമുള്ള കോൾ ഓപ്ഷൻ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യും. അതിനുശേഷം 220 പ്രീമിയത്തിന് അടുത്ത് വരുന്ന കോൾ ഓപ്ഷൻ പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്യും. സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് 50% ആണ്. അപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ സിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ 9:20 ആക്റ്റീവ് ആയിരിക്കുന്നത്. 9:58 ആയപ്പോൾ ആ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു. 50% സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു. പിന്നെ വരുന്നതിന് ആക്റ്റീവ് ആയിരിക്കുന്നത് PE ആയിരുന്നു. അപ്പോൾ PE എന്താ ചെയ്യുന്നത് വെച്ചാൽ കോസ്റ്റ് ടു കോസ്റ്റിലേക്ക്, അതായത് 205 ആ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് വെക്കുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ 5 ദിവസം റൺ ചെയ്തതിൽ ഒരു ദിവസം മാത്രമാണ് ലോസ് വന്നിട്ടുള്ളത്. ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ പ്രോഫിറ്റാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്ട്രാറ്റജി ഡിപ്ലോയ് ചെയ്യുകയാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ലൈവിലേക്ക് കൊടുക്കരുത്. ജസ്റ്റ് 1-2 മാസം നിങ്ങൾക്ക് വേണമെങ്കിൽ പേപ്പർ ട്രേഡ് നോക്കാവുന്നതാണ്.
അതിനുശേഷം മാത്രം നിങ്ങൾ ലൈവിലേക്ക് ഡിപ്ലോയ് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.